മലയാളികൾക്കൊരിക്കലും മറക്കാനാകാത്ത സിനിമകളുണ്ട്. അതിൽ ഒന്നു തന്നെയാണ് അനിയത്തിപ്രാവ് എന്ന് പറയാം. കുഞ്ചാക്കോ ബോബൻ, ശാലിനി കൂട്ടുകെട്ട് വളരെയധികം തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു സിനിമ കൂടിയാണ് അനിയത്തിപ്രാവ്. ഒരിക്കലും നടക്കാത്ത കഥയാണ് എന്നത്, പ്രണയത്തിനേക്കാൾ അപ്പുറം ഈ ലോകത്ത് ഒന്നുമില്ല എന്നതുമൊക്കെ നമുക്ക് പല രീതിയിൽ പലരുടെയും അഭിപ്രായത്തിൽ അറിയിച്ചു തന്നൊരു സിനിമ കൂടിയാണ് അനിയത്തിപ്രാവ്. അനിയത്തിപ്രാവിൽ ശാലിനിയുടെ കഥാപാത്രത്തെ ഏറ്റെടുത്ത 3 ചേട്ടന്മാരുണ്ടായിരുന്നു. അതിൽ പ്രധാനിയും കലിപ്പനുമായ ഒരു കഥാപാത്രം ചെയ്ത ഇളയ സഹോദരൻ. എന്നാൽ ആ സഹോദരൻ ഇപ്പോൾ എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ചാണ് ഏറ്റെടുക്കുന്നത്. നടൻ ഷാജിൻ ഏറെക്കാലമായി അഭിനയ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. ഇന്നും മലയാളികൾ ഷാജിൻ്റെ മുഖം മറന്നിട്ടില്ല. അദ്ദേഹം ആകെ മാറി, വയസ്സായി, മുടിയൊക്കെ കൊഴിഞ്ഞ മൊട്ടയടിച്ചിരിക്കുന്ന രൂപമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ പൗരുഷത്തോടെയുള്ള കഥാപാത്രം ഓർത്ത് മലയാളികൾ അദ്ദേഹത്തിനോട് പോയി സംസാരിക്കാറുണ്ട്. ശ്രദ്ധേയമായ കുറച്ച് വേഷങ്ങൾ ഷാജിൻ ചെയ്തിട്ടുണ്ട്. സഹനടനായി ഷാജിൻ മലയാള സിനിമയിൽ തുടരുമെന്ന് പലരും കരുതിയെങ്കിലും അതുണ്ടായില്ല. പലരും അദ്ദേഹത്തിനെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്നും ചോദിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ സിനിമാ ലോകത്തു നിന്നും ഷാജിൻ അകന്നു നിന്നിരുന്നു. നടനെക്കുറിച്ച് ഇപ്പോൾ ഒരു സംവിധായകൻ പറഞ്ഞ വാക്കുകൾ കൂടി വൈറലാവുകയാണ്. ഫാസിലിന്റെ ബന്ധു കൂടിയായ ഫാസിലിനൊപ്പം സഹസംവിധായകനായി മാറിയ ഈ ഒരു ചെറുപ്പക്കാരൻ നിർമ്മാണ മേൽനോട്ടക്കാരനായി കുറച്ച് അഭിനയിക്കുകയും ചെയ്തു. ഒരു നാൾ ഷാജിൻ അഭിനയം അങ്ങ് നിർത്തി. ടിപ്പിക്കൽ മുസൽമാനായി. അകാല വാർദ്ധക്യം വന്നു. താടിയൊക്കെ വളർത്തി എറണാകുളത്ത് ലെതർ ബിസിനസ് നടത്തി ഇപ്പോൾ ജീവിക്കുന്നു. അഭിനയിപ്പിക്കാൻ എന്നോട് ചോദിക്കാൻ പാടില്ലാത്ത തുക ചോദിച്ചയാൾ കൂടിയാണെന്ന് സംവിധായകൻ ഷാജിനെ കുറിച്ച് വ്യക്തമാക്കുന്നു. ഞാനത് സമ്മതിച്ചപ്പോൾ ഷാജി പെട്ടുപോയി. വർഷങ്ങളായി എന്നെ വിളിക്കാറില്ല, എന്നാലും എൻ്റെ നല്ല സുഹൃത്താണെന്ന് ഈ സംവിധായകൻ വെളിപ്പെടുത്തുന്നു. എറണാകുളത്ത് വരുമ്പോൾ ഷാജിൻ്റെ ഷോറൂമിൽ ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. ചെല്ലാമെന്നേറ്റു, പക്ഷെ ഇതുവരെ പോയിട്ടില്ല. പോകണം. താനിങ്ങനെ തനിക്കായി നരച്ച താടി വെച്ച് അകാല വാർദ്ധക്യം ബാധിച്ചവരെ പോലെ തന്നെ നടക്കാതെ അഭിനയിക്കാൻ വരൂ എന്ന് വിളിച്ചാൽ പോലും പറയും. അതുകൊണ്ടാണ് ഷാജിൻ എന്നെ അങ്ങ് ഒഴിവാക്കുന്നത്. ഷാജിൻ വലിയ നടനൊന്നുമല്ല, പക്ഷേ അയാളുടെ മാനസിക മാനറിസങ്ങൾ, പേഴ്സണൽ ലൈഫും എനിക്കിഷ്ടമാണ് എന്നാണ് സംവിധായകൻ പറയുന്നത്. അനിയത്തിപ്രാവ് എന്ന സിനിമ കണ്ടവർക്ക് ഒരിക്കലും മറക്കാനാകാത്ത മുഖം തന്നെയാണ് ഷാജിനുണ്ടായിരുന്നത്. അത്രമാത്രം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് കൂടുതലും സന്തോഷമായത്. ഇദ്ദേഹത്തിന് പെട്ടെന്ന് എന്തുപറ്റി? കുറച്ച് പ്രായമല്ലേ ഉള്ളൂ, എന്നാൽ അതിനിടയിൽ തന്നെ ഇത്രയും അധികം ബുദ്ധിമുട്ടുള്ള ജീവിതശൈലിയായോ? അദ്ദേഹത്തിൻ്റെ പ്രായം വിളിച്ചോതുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത്. എന്ത് പറ്റി സഹോദര എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ഓർമ്മയുള്ള നിരവധി പേരുണ്ട് എന്ന് തന്നെ പറയാം. കാരണം അന്നത്തെ കാലത്ത് അനിയത്തിപ്രാവ് എന്ന സിനിമ ചെറിയ ഹിറ്റൊന്നുമല്ല അടിച്ചത്. അന്നത്തെ യുവാക്കളെയും യുവതികളെയും അന്നത്തെ അച്ഛനമ്മമാരെയും കുടുംബസമേതം തിയേറ്ററിലേക്ക് എത്തിക്കാൻ കാണിച്ചൊരു മനസ്സായിരുന്നു അനിയത്തിപ്രാവിന് സ്വന്തമായി ഉണ്ടായിരുന്നത് എന്ന് തന്നെ പറയണം. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓരോ തവണ ഏറ്റെടുക്കുന്ന വാർത്തയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വളരെയധികം വ്യത്യാസമായിട്ട് തന്നെയാണ് എന്ന് പറയാം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.